ഫാമിലിയായിട്ട് ഞങ്ങൾ പോയ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനിലെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ കുതിരാനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് അമ്മയാണ് വണ്ടി ഓടിക്കുന്നത്. ഇനി അത് ഇഷ ഫൗണ്ടേഷൻ വരെ അമ്മ വണ്ടി ഓടിച്ചോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വണ്ടി അമ്മയ്ക്ക് കൈമാറി. ഏകദേശം നമ്മളൊരു 3-3:30 നമ്മളവിടെ എത്താൻ പോവുക. കാരണം നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം 7:30 വരെ ഉണ്ടാവുള്ളൂ അവിടെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അമ്മ ഇങ്ങനെ കോയമ്പത്തൂരിലേക്ക് നേരെ ഹൈവേയിലൂടെ വെച്ച് പിടിക്കുകയാണ്. നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ റോഡിലേക്ക് കയറി. അപ്പോൾ ഫ്ലൈ ഓവർ ഇറങ്ങി കുതിരാൻ റൂട്ടിൽ വരുവാണെങ്കിൽ ഈ ഫ്ലൈ ഓവർ ഇറങ്ങി നേരെ പാലക്കാട് കോയമ്പത്തൂർ റോഡിലേക്ക് ലെഫ്റ്റ് കയറി പോവുകയാണ്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ബോർഡർ എത്തി. അവിടെ ഒരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെൽക്കം ടു കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഊട്ടിക്ക് പോണോ? മെയിൻ ഡ്രൈവർ വണ്ടി ഓടിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും തരില്ലെന്നാ പറയണത്. വണ്ടി ഓടിക്കാൻ തന്നെ ഓടിക്കുള്ളെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് പഴനി വരെ തന്നെ ഓടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. വെല്ലുവിളിയാണ് സുഹൃത്തുക്കളെ, വെല്ലുവിളി. അസ്തമയ സൂര്യനൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് പഴനി വരെ ഓടിക്കും അമ്മ? ഓടിക്കോ? ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ പഴനിക്കാണ് പോണത്. രാത്രിയിൽ തന്നെ നേരെ തിരിച്ച് പഴനിക്ക്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അച്ഛൻ പുറകിൽ നിന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അമ്മയുടെ ഓടിക്കൽ കണ്ടിട്ട്. പക്ഷെ അമ്മ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നും പറഞ്ഞ് പറപ്പിച്ചിടുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 16 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്. ഇവിടെ ഒരു സൈൻ ബോർഡിൽ കാണിക്കുന്നുണ്ട് 16 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട്.
നമുക്ക് വൈകുന്നേരം ആകുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തണം. കാരണം ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല പല കാഴ്ചകൾ നമുക്ക് മിസ്സാവും. മാക്സിമം നേരത്തെ എത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. സൈഡിലൊക്കെ നല്ല നല്ല കാഴ്ചയാണ്. നല്ല അടിപൊളി തെങ്ങും തോപ്പ്, കവുങ്ങും തോപ്പ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി ഏകദേശം നിസ്സാര കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് എത്താനായിട്ട്. നമ്മളിപ്പോൾ ഇഷ ഫൗണ്ടേഷനിലേക്ക് നമ്മളിപ്പോൾ എത്തും. അങ്ങനെ നമ്മൾ ഇഷ യോഗ സെൻറ്ററിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു കല്ല് വെച്ച എൻട്രൻസ് ആണ് ഫ്രണ്ടിലേക്ക് നമുക്ക് കാണുന്നത്. ആ എൻട്രൻസ് വഴി നേരെ മുമ്പിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്ക് ഒരു പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ളത്. ഫുള്ള് കരിങ്കല്ല് കൊണ്ട് പാകിയ ഒരു തറയാണ്. അതുവഴിയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത്. ചുറ്റും നല്ല ഗാർഡൻസും നല്ല നല്ല ഭംഗി. നമുക്ക് ദൂരെ നിന്ന് തന്നെ ശിവൻ്റെ പ്രതിമ കാണാൻ പറ്റുന്നു. നമ്മളിത് ഇപ്പോൾ ശരിക്കും അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഇവിടെ എൻട്രി ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി പാർക്കിങ്ങിനാണെന്ന് തോന്നുന്നുണ്ട്. എത്ര രൂപയാണെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കാം. രൂപയുള്ളൂ കേട്ടോ എൻട്രി ഫീസ്. റൈറ്റിലോട്ടോ, റൈറ്റിൽ പാർക്ക് ചെയ്യാം. അവിടെ ഇട്ടോ, ആ ഗ്യാപ്പിലിട്ടോ. പുള്ളി കയറ്റില്ലെങ്കിൽ അജിത് സോമശേഖരൻ പറഞ്ഞ വാക്ക് പാലിച്ച് കോയമ്പത്തൂര് വണ്ടി ഓടിച്ചു. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് കാളകളൊക്കെ ഉണ്ട്. കാളക്കുട്ടന്മാരുണ്ട്. നമ്മളിപ്പോൾ അടുത്തേക്ക് പോകാൻ പോകുന്നത് ആത്മീയ ആചാര്യൻ ജഗ്ഗി വാസുദേവൻ്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർത്ഥനായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയൻകിരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് പ്രത്യേകത. 112.4 അടി ഉയരമുള്ള ഈ പ്രതിമ 24.99 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഊർധ്വകായ പ്രതിമയെന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
2017 ഫെബ്രുവരി 24 മഹാശിവരാത്രി ദിനത്തിൽ ഭാരതീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദിയോഗി ശിവ പ്രതിമ അനാവരണം ചെയ്തത്. പ്രതിമയുടെ 112 അടി ഉയരം എന്നത് യോഗികളുടെ സംസ്കാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മോക്ഷ നേടാനുള്ള 112 മാർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ശിവന്റെ കഴുത്തിലെ സർപ്പം പ്രകൃതി സൗഹൃദത്തിൻ്റെയും ജീവജാലങ്ങളുടെയും ഉള്ള സഹവർത്തത്തിൻ്റെയും തെളിവാണെന്നാണ് വിശ്വാസം. ഇവിടെ കാര്യം ടച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നുണ്ട്. മൊത്തം ഷൂല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാളവണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാളവണ്ടിയിലൊക്കെ ടിക്കറ്റ് ഉണ്ടല്ലേ? എത്ര മണി വരെ? കാളവണ്ടി പോ. കാളവണ്ടി പോ. കാളവണ്ടി പോകുന്നുണ്ടോ? രസമാണല്ലോ. നിങ്ങൾ കാളവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. What is the light? The colorful light flashing on the
ഞങ്ങളിവിടെ ഒരു ടെമ്പിൾ Only at the last will come here. They will not come very close. Use the peaceful people in one stage. Right on this. നമ്മൾ കാളവണ്ടി യാത്ര ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു കാളവണ്ടി യാത്ര ചെയ്യാം എന്നുള്ളൊരു ഇത് കൊണ്ട് പോകുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാച്യൂൻ്റെ അവിടെ നിന്ന് ഈ ടെമ്പിളിൽ അങ്ങോട്ടേക്ക് നമുക്ക് നടന്നു പോവാം. അതാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് എത്താൻ പറ്റും. കാള പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ പോയി കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോഴേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് വെള്ളം കുടിക്കണമെങ്കിലോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലൊക്കെ അവിടെയുണ്ട്. ഏകദേശം 7 മണി വരെ എങ്ങാണ്ടേ ഷോപ്സ് എല്ലാം ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ 7 മണി തൊട്ട് 7:30 വരെയും ലൈറ്റ് ഷോ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഷോപ്സും ആ ടൈം ആകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് യോഗ സെൻറ്ററും കാര്യങ്ങളും എല്ലാം ഉള്ളത്. നമുക്ക് മൊബൈൽ കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡിപ്പോസിങ് ഏരിയ ഉണ്ട്. അവിടെ മൊബൈലും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. അതിനുശേഷം വേണം നമുക്ക് ഉള്ളിൽ കയറി എല്ലാ കാഴ്ചകളും കണ്ടിട്ട് തിരിച്ചിറങ്ങി വരാൻ. ഇവിടെ ഒരു കാളകളുടെ ഒരു ഫാമുണ്ട്. ധാരാളം കാളകളെല്ലാം ഉണ്ട്. ഫുള്ള് കാളകളാണ്. അങ്ങനെ നമ്മുടെ മൊബൈലും ബാഗും എല്ലാ കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് തിരിച്ചെടുത്തിട്ട് നമ്മൾ ആ ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ്. കാളവണ്ടി മാത്രമുണ്ട് ഇവിടെ, കാള ഇല്ലാത്ത വണ്ടികൾ. തിരിച്ചപ്പം നടന്നു പോകേണ്ടി വരും. അമ്മയച്ഛനും അവിടെ എന്തൊക്കെയോ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കട്ടെ എന്തോ കഴിക്കാൻ എടുത്തിരിക്കണമെന്ന്. നമ്മൾ കുറച്ച് വൈകി. നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് കുറച്ച് വൈകി. അപ്പോൾ അവിടെ ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങി. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ലൈറ്റ് ഷോ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മളവിടെ എത്തിയപ്പോഴേക്ക് അതിൻ്റെ സമയം കഴിഞ്ഞു പോയി. നമ്മൾ 7:30 ആയി അവിടെ എത്തിയപ്പോഴത്തേക്ക്. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 7:30 ആകുമ്പോഴേക്ക് കഴിയും. അപ്പോൾ മാക്സിമം എല്ലാവരും പോകുന്നവർ 7 മണിക്ക് തന്നെ അവിടെ എത്താൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ സ്റ്റാച്യൂവിലെ ലൈറ്റ് ഷോ നമുക്ക് മിസ്സാവില്ല.
தேவி பிரசாதம் மற்றும் ஆரத்தி யோகேஸ்வரலிங்கம் அருகில் வைக்கப்பட்டுள்ளது. அனைவரும் பெற்றுக்கொள்ளுமாறு கேட்டுக்கொள்கிறோம். അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് എല്ലാവരും ഇനി ഇവിടുന്ന് മടങ്ങുവാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.